ലോൺ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് പട്ടികജാതി കുടുംബത്തെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ബാങ്കിന്റെ ശ്രമം. കായംകുളം ഒന്നാം കുറ്റി സ്വദേശി രാമദാസനും കുടുംബവുമാണ് കറ്റാനം ഭൂപണയ ബാങ്കിൽ നിന്നും കുടിയിറക്ക് ഭീഷണി നേരിടുന്നത്. ആകെയുള്ള 3.5 സെന്റ് സ്ഥലം ഏത് നിമിഷവും ബാങ്ക് ജപ്തി ചെയ്യുമെന്ന ഭയത്തിലാണ് രാമദാസിന്റെ കുടുംബം. അലക്ക് ജോലിക്കാരനായ രാമദാസ് 2008-ലാണ് കറ്റാനം ഭൂപണയ ബാങ്കിൽ നിന്നും 1.5 ലക്ഷം രൂപ വായ്പ എടുത്തത്. 1 ലക്ഷം രൂപ തിരിച്ചടച്ചു. അതിനിടെ മകന് അസുഖം ബാധിച്ചതോടെ ബാക്കി 50,000 രൂപയുടെ അടവ് മുടങ്ങി. 50,000 രൂപയും പലിശയും അടക്കം ഇനിയും 9 ലക്ഷം രൂപ കൂടി അടയ്ക്കണമെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. കോടതി ഇടപെട്ടതോടെ 3,90,000 രൂപ അടച്ചാൽ ബാങ്കിന്റെ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കാമെന്ന് അറിയിച്ചതായി രാമദാസൻ പറയുന്നു. പലവട്ടം എനിക്ക് തീരെ സുഖമില്ല, ജോലി ചെയ്യാൻ വയ്യ. 2 ആൺപിള്ളേരിൽ ഒരു മോന് ജോലിയൊന്നും ഇതുവരെ ആയിട്ടില്ല. എനിക്ക് ആകെ 3.5 സെന്റ് ഭൂമിയേ ഉള്ളൂ. ഇത് ബാങ്ക് എടുത്തുകൊണ്ട് പോകാൻ തയ്യാറാവുന്ന എനിക്ക് വേറെ ഇറങ്ങിപ്പോകാൻ യാതൊന്നും നിവൃത്തിയില്ല. ഈ അവസ്ഥ ഞാൻ ആപ്പാട് പട്ടിണി കൊണ്ട് കഴിയുവാണ്. ഒരു മഴ പെയ്താൽ വെള്ളം എൻ്റെ വീട്ടിലാണ്. എനിക്ക് വേറെ എങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള മാർഗമുള്ള എൻ്റെ സുഖമില്ലാത്ത അമ്മ, സുഖമില്ലാത്ത ഞാൻ, എൻ്റെ ഭാര്യയ്ക്ക് കാഴ്ചക്കുറവ്, എൻ്റെ ഇളയ മോനെ ഇളിപ്പല്ലിൽ മാറ്റിവെച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ ഒരു അവസ്ഥ ഞാൻ കഴിയുക. എന്നെ സഹായിക്കാനോ മുമ്പോട്ട് പോകാനോ ആരുമില്ല. ഞാൻ പലവട്ടം ബാങ്കിൽ ചെന്ന് 50,000 രൂപ ഞാൻ എടുത്ത മുതലടയ്ക്കാവുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അദാലത്ത് 75,000 പറഞ്ഞിട്ടും 1 ലക്ഷം വരെ ഞാൻ എൻ്റെ ഉപകരണങ്ങൾ, വീട്ടിലെ സാധനങ്ങൾ വിറ്റിട്ട് 1 ലക്ഷം വരെ അടയ്ക്കാവുന്ന വക്കീൽ ഞാൻ റെജിസ്റ്റർ ഓഫീസ് എന്ന് പറഞ്ഞിട്ടും അതിനകത്തൊരു മൈൻഡും ഇല്ല. അവർ ഇത്രയും കാശ് ഞാൻ 11 ലക്ഷം രൂപ എൻ്റെ നീടാക്കാൻ പറഞ്ഞ് നിൽക്കുന്നത്. എനിക്ക് വേറെ മാർഗമില്ല. ആകെയുള്ള 3.5 സെന്റ് സ്ഥലവും വീടും ബാങ്കിൽ പണയപ്പെടുത്തി തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിനായാണ് വായ്പ എടുത്തത്. മകന്റെ ചികിത്സയ്ക്ക് പുറമെ രാമദാസന് കൂടി അസുഖം ബാധിച്ചതോടെ ലോൺ അടവ് മുടങ്ങി. തന്റെ അവസ്ഥ വിവരിച്ച് ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് കാട്ടി മുഖ്യമന്ത്രിക്കും പട്ടികജാതി മന്ത്രിക്കും പലതവണ അപേക്ഷ നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും രാമദാസൻ പറയുന്നു. വീട് കൂടി നഷ്ടമായാൽ പ്രായമുള്ള അമ്മയും അസുഖം ബാധിച്ച മകനും ഭാര്യയും അടങ്ങുന്ന കുടുംബവുമായി എങ്ങോട്ടു പോകുമെന്ന ആശങ്കയിലാണ് രാമദാസൻ. ജനം, ആലപ്പുഴ.